തിരുവാതിര വ്രതം എടുക്കുന്നത് 2 തരത്തിലുണ്ട്. അതിലൊരു തരം എന്ന് പറയുന്നത് മകീരം, തിരുവാതിര, പുണർതം ഇങ്ങനെ ദിവസങ്ങളിൽ വ്രതമെടുക്കുന്ന ഒരു രീതി ഉണ്ട്. മകീരത്തിൻ്റെ അന്ന് ഒരിക്കലൂണായി ചെയ്ത്, തിരുവാതിരയുടെ അന്ന് ശുദ്ധ ഉപവാസമായിക്കൊണ്ട് ചെയ്ത്, പുണർതത്തിൻ്റെ അന്ന് അത് പാരണ വീഴുന്ന ഒരു സമ്പ്രദായവും ഉണ്ട്. ഇത് പ്രാദേശികമായിട്ടുള്ള സമ്പ്രദായങ്ങളാണ്. അത് ഏതെടുത്താലും ഇതിൻ്റെ എല്ലാം ഉദ്ദേശം അന്നത്തെ ദിവസം ശിവപാർവതിമാരെ നമ്മുടെ ഉള്ളിലുണ്ടാക്കുകയും ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയും അവരുടെ ശക്തി നമ്മൾ ഉണർത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നാമജപമാണ് വേണ്ടത്. വ്രതം ഏത് രീതിയിലെടുത്താലും അന്നത്തെ ദിവസം ശിവപാർവതിയെ നമ്മൾ നിർബന്ധമായും ഭജിച്ചിരിക്കണം. അതിനുവേണ്ടി ശിവക്ഷേത്രങ്ങളിൽ നമ്മൾ ദർശനം നടത്തിയിരിക്കണം. അന്നത്തെ ദിവസം ദമ്പതികളെ പൂജിക്കുന്നതും ദമ്പതികൾക്ക് ദാനം ചെയ്യുന്നതും ഒക്കെ വളരെയധികം വിശേഷമാണ്.